ഹൈക്കോടതി നിർദ്ദേശം അവഗണിച്ച് CDSനെ തെരഞ്ഞെടുക്കാനുള്ള നീക്കത്തെ ചെറുത്ത് ADS കുടുംബശ്രീ അംഗങ്ങൾ. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ADS തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതായി ആരോപിച്ചാണ് ADS കുടുംബശ്രീ അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി നിർദ്ദേശത്തെ അവഗണിച്ച് CDS തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉദ്യോഗസ്ഥ നീക്കത്തെയാണ് നഗരസഭാ പരിധിയിലെ ADS അംഗങ്ങൾ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 8-നായിരുന്നു ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ADS തെരഞ്ഞെടുപ്പ് നടന്നത്. ADS തെരഞ്ഞെടുപ്പിൽ 30 വാർഡുള്ള നഗരസഭയിൽ 10, 12, 16, 17, 22, 24, 25, 28 വാർഡുകളിൽ ക്രമക്കേട് നടന്നത് തർക്കത്തിനും കയ്യാങ്കളിക്കും വഴിവെച്ചിരുന്നു. വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ബാലറ്റ് പേപ്പറിൽ ക്രമക്കേട് നടത്തിയും ബാലറ്റ് പേപ്പർ മാറ്റിവെച്ചും തോൽപ്പിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. ADS തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച CPM അനുഭാവ അധ്യാപക സംഘടനാ നേതാക്കളെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയായിരുന്നുവെന്നും ആരോപണമുയർന്നിരുന്നു. TDS തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിക്കാനായി നടത്തിയ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDF അംഗങ്ങൾ ജില്ലാ കളക്ടർക്കും ജില്ലാ റിട്ടേണിംഗ് ഓഫീസർക്കും പരാതി നൽകി. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിട്ടും അനുകൂല തീരുമാനമുണ്ടാവാതിരുന്നതിനെ തുടർന്നാണ് ADS അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി നിർദ്ദേശിച്ച ഹിയറിംഗിലും നീതി ലഭിച്ചില്ലെന്ന് ADS അംഗങ്ങൾ ആരോപിച്ചു. ഞങ്ങൾക്ക് ADS ഇലക്ഷൻ 8 വാർഡിലും നടത്തിയതിന് ശേഷം CDS ഇലക്ഷൻ നടത്തിയാൽ മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾക്ക് നീതി വേണം. സത്യത്തിന് നീതിക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ കുടുംബശ്രീയിൽ രാഷ്ട്രീയം കലക്കി തമ്മിത്തല്ലി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് 8 വാർഡിലും ADS ഇലക്ഷൻ നടത്തിയ ശേഷം CDS ഇലക്ഷൻ മതി. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ പറയുന്നത് നാളെ CDS ഇലക്ഷൻ നടത്തുന്നു. അത് നടത്താൻ പാടില്ല. ഞങ്ങൾ 8 വാർഡിൻ്റെ ADS ഇലക്ഷൻ കഴിഞ്ഞിട്ട് CDS ഇലക്ഷൻ. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ, ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ ഹരിദാസ് എന്നിവർ വിളിച്ചു ചേർത്ത ഹിയറിംഗിലും ആദ്യം CDS തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ നിയമപ്രകാരമുള്ള ADS തെരഞ്ഞെടുപ്പിന് ശേഷം CDS തെരഞ്ഞെടുപ്പ് എന്നതായിരുന്നു ADS അംഗങ്ങളുടെ നിലപാട്. ഭൂരിപക്ഷമുണ്ടായിട്ടും തോൽക്കുന്ന സാഹചര്യം ഉണ്ടായത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരുടെ ബോധപൂർവമായ ശ്രമം കൊണ്ടാണെന്നും ADS തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തിയില്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ചിറ്റൂർ തത്തമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണലീല പറഞ്ഞു. നമ്മൾ 8-ാം തീയതി ADS ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 8 വാർഡിൽ അവർ ബാലറ്റ് മാറ്റുകയും അവർ ഭയങ്കര മോശമായ രീതിയിലാണ് പെരുമാറുകയും ചെയ്തത്. ഓരോ ക്ലാസ് റൂമിൽ കയറിയിട്ടും ഫോൺ ഓഫാക്കാനും റിട്ടേണിംഗ് ഓഫീസർ ഇടയിലിടയിൽ വന്നിട്ട് നമ്മുടെ ബാലറ്റുകൾ ബോക്സിലല്ല വെച്ചിരിക്കുന്നത്, ഡയറിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അത് ലാസ്റ്റ് എണ്ണുമ്പോൾ ഷഫിൾ ചെയ്തിട്ട് ബാലറ്റ് ഷഫിൾ ചെയ്ത ശേഷമാണ് വോട്ട് എണ്ണിയത്. നമ്മുടെ പക്ഷത്ത് ഓരോ വാർഡിൽ നിന്നും കൂടുതൽ ആൾ നമുക്ക് അനുകൂലമുള്ളവരാണ്. പക്ഷേ വോട്ട് എണ്ണുന്ന ടൈമിൽ എല്ലാ വാർഡിലും നമ്മൾക്ക് 37 ആളുണ്ടെങ്കിൽ നമുക്ക് 17 ആളേ ഉള്ളൂ. വോട്ട് എണ്ണുമ്പോൾ ഇല്ല. അപ്പോൾ ഈ റിട്ടേണിംഗ് ഓഫീസറും വേറെ ഇടയിലിടയിൽ വന്ന് ബാലറ്റ് മാറ്റുകയായിരുന്നു. നമ്മൾ അതിൻ്റെ പ്രതിഷേധമായി 9-ാം തീയതി തന്നെ നമ്മൾ കാലത്ത് കലക്ടറേറ്റിലേക്ക് ഒരു 60 ആളോളം വന്നു. കലക്ടർക്ക് പരാതി കൊടുത്തു. അതിനുശേഷം നമ്മൾ പാലക്കാട് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തു. ഒരു 16-ാം തീയതി എപ്പോഴാണ് നമ്മൾ വന്ന് ഹിയറിങ്ങിന് ഇടയിലൊരു ദിവസം പാലക്കാട് ഹിയറിങ്ങിന് വന്നിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ചിട്ട് ഓരോ വാർഡ് വൈസും നമ്മൾ 30-35 ആളുകളും വന്ന് ഹിയറിംഗ് കഴിഞ്ഞിട്ട് പോയിട്ടും അവർ നടപടി എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ സ്റ്റേ വേണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് സ്റ്റേ കൊടുത്തു. സ്റ്റേ വരുന്ന മുമ്പ് അവർ 20-ാം തീയതി CDS ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇലക്ഷൻ നടത്താതെ തടുത്ത് സ്റ്റേ വന്നിട്ട് നടത്തിയാൽ മതി എന്നുള്ള അങ്ങനെ CDS ഇലക്ഷൻ നടന്നില്ല. അപ്പോൾ വീണ്ടും അവരെ ഹൈക്കോടതി ഹിയറിങ്ങിന് വിളിച്ചിരിക്കുമായിരുന്നു. ഇന്ന് ഞങ്ങൾ എല്ലാ വാർഡിൽ നിന്ന് 8 വാർഡിൽ നിന്ന് കൂടുതൽ ഭൂരിപക്ഷത്തോടെ തന്നെ ആൾക്കാർ വന്നിരിക്കുന്നത്. ഇപ്പോഴും അവർ പറയുന്നത് CDS ഇലക്ഷൻ നടത്തിയിട്ട് ADS നടത്തിയാൽ പോരെയെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പറയണു ADS ഇലക്ഷൻ നടത്തിയിട്ട് CDS ഇലക്ഷൻ നടത്തിയാൽ മതി. 5 ടേമാണ് നമ്മൾ പാലക്കാട് വന്നിരിക്കുന്നത് ഹിയറിങ്ങിന്. എന്നിട്ട് ഒരു നടപടിയും റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്നോ കളക്ടറിന്റെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ കോടതി പ്രകാരം നിയമപ്രകാരം പോകാനാണ് താല്പര്യം.